നമസ്കാരം. കുറ്റകൃത്യങ്ങൾ അവസാനിക്കുന്നില്ല. ചിരിയുടെ മൂടുപടമണിഞ്ഞ് ഇനിയും കുറ്റവാളികൾ നമുക്ക് ചുറ്റുമുണ്ടാകും. കാണാം ക്രൈംബ്രാഞ്ച്. വാടക വീട്ടിൽ കർണാടക സ്വദേശിനിയായ തൊഴിലാളി സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടെ താമസിച്ചിരുന്ന യുവാവിനെ കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാനഗർ ചാല റോഡിലെ ഒറ്റമുറി വീട്ടിൽ താമസിച്ചിരുന്ന സരസു എന്ന സരസ്വതിയെ കൊലപ്പെടുത്തിയ കർണാടക സ്വദേശിയായ തൊഴിലാളി ചന്ദ്രു കാംബ്ലെ എന്ന സുനിലാണ് പിടിയിലായത്. കർണാടകയിലെ തീർത്ഥഹള്ളിയിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് ചന്ദ്രു പോലീസിന്റെ പിടിയിലായത്. 2 മാസം മുമ്പ് മാത്രം കൂടെ താമസം തുടങ്ങിയ യുവാവാണ് 38-കാരിയായ കർണാടക ഗദക് സ്വദേശിനി സരസു എന്ന സരസ്വതിയുടെ ഘാതകനായത്. കർണാടകയിലെ ബെൽഗാം സ്വദേശിയാണ് കേസിലെ പ്രതി 39-കാരനായ ചന്ദ്രു കാംബ്ലെ എന്ന സുനിൽ. ഇരുവരും കാസർഗോഡും പരിസരങ്ങളിലും തൊഴിലാളികളായിരുന്നു. സരസുവിന് മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായ വഴക്കിനിടയിൽ ചന്ദ്രു സരസ്വതിയുടെ തല ചുമരിലിടിച്ചും മർദ്ദിച്ചും കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കാസർഗോഡ് ASP ശില്പ പറഞ്ഞു. On 16th, Chandru had caught Sarsu indulging in illegal relations with some other person. Actually, Chandru is also married and he was also living in with this lady Sarsu. And when he caught her, they had a scuffle and she went off from the house. And next day she returned on 17th morning. And again that day evening they both had alcohol and they got into a scuffle and he had beaten her. And next day morning when he got up, he found her dead. So he immediately fled from that place. കഴിഞ്ഞ ഡിസംബർ 17 രാത്രിയിലാണ് സരസ്വതി കൊല്ലപ്പെട്ടത്. 18 രാവിലെ ചന്ദ്രു കർണാടകയിലേക്ക് രക്ഷപ്പെട്ടു. ചന്ദ്രുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ചന്ദ്രുവിന്റെ സുഹൃത്തിന്റെ ഫോണിലേക്ക് വന്ന കോൾ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഷിമോഗ ജില്ലയിലെ തീർത്ഥഹള്ളിയിലെ ഫാം ഹൌസിൽ നിന്നും ചന്ദ്രുവിനെ കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്പെക്ടർ VV മനോജ്, SI അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 13-അംഗ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂർ മട്ടന്നൂരിൽ പാചകവാതക ഏജൻസി കുത്തി തുറന്ന് കവർച്ച. മുഖംമൂടി ധരിച്ചെത്തിയ സംഘമാണ് കമ്പിപ്പാര ഉപയോഗിച്ച് പൂട്ട് തുറന്ന് മോഷണം നടത്തിയത്. സംഭവത്തിൽ ഒരാൾ പിടിയിലായി. മട്ടന്നൂരിലെ പാചകവാതക ഏജൻസി ഓഫീസ് കുത്തിത്തുറന്ന് കവർച്ച നടത്തിയ സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ടിആർ ഗ്യാസ് ഏജൻസി ഓഫീസിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കവർച്ച നടന്നത്. രാവിലെ ഓഫീസിലെത്തിയവരാണ് വാതിൽ കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. CCTV ക്യാമറകളും നശിപ്പിച്ചിട്ടുണ്ട്. മേശയിലെ ഫയലുകളും മറ്റും പുറത്തേക്ക് വലിച്ചിട്ട നിലയിലുമായിരുന്നു. കമ്പിപ്പാരയുമായി മുഖംമൂടി ധരിച്ച യുവാവാണ് അക്രമം നടത്തിയതെന്നാണ് CCTV ക്യാമറയിൽ അവസാനമായി പതിഞ്ഞിട്ടുള്ളത്. കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിവരുന്നു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. പാലക്കാട് കള്ളപ്പണവും കള്ളനോട്ടുകളുമായി മലപ്പുറം സ്വദേശികൾ പിടിയിൽ. പട്ടാമ്പി കൊപ്പത്ത് കള്ളപ്പണവുമായി 3 പേരും ചെർപ്പുളശ്ശേരിയിൽ കള്ളനോട്ടുമായി ഒരാളുമാണ് പോലീസിന്റെ വലയിലായത്. കാറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പട്ടാമ്പി കൊപ്പത്ത് കുഴൽപ്പണം പിടികൂടിയത്. 99 ലക്ഷം രൂപയുടെ കുഴൽപ്പണമാണ് കാറിൽ നിന്ന് കണ്ടെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. 2000, 500 രൂപയുടെ നോട്ടുകൾ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. സംഭവത്തിൽ മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് സാഫിർ, സഹദ്, നിസാമുദ്ദീൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെർപ്പുളശ്ശേരിയിൽ 82,000 രൂപയുടെ കള്ളനോട്ടാണ് പിടികൂടിയത്. മലപ്പുറം കാടാമ്പുഴ സ്വദേശി അബ്ദുൽ കരീമാണ് കള്ളനോട്ടുമായി അറസ്റ്റിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. 2000 രൂപയുടെ 41 നോട്ടുകളാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത്. 2 സംഭവങ്ങളിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് വീണ്ടും കള്ളനോട്ട് വേട്ട. 3.5 ലക്ഷം രൂപയുടെ കള്ളനോട്ടുമായി ഒരാൾ കൂടി പിടിയിലായി. കഴിഞ്ഞ ദിവസം ചെർപ്പുളശ്ശേരിയിൽ കള്ളനോട്ട് പിടികൂടിയതിന് പിന്നാലെയാണ് വീണ്ടും കള്ളനോട്ട് വേട്ട. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇരിങ്ങാലക്കുടയ്ക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നതിനിടയിലാണ് തൃക്കടീരി കീഴൂർ സ്വദേശി സജീർ മോൻ പിടിയിലായത്. 2000 രൂപയുടെ 176 നോട്ടുകളാണ് ഇയാളിൽ നിന്നും കണ്ടെത്തിയത്. അരക്കെട്ടിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു നോട്ടുകൾ. കഴിഞ്ഞ ദിവസം കോതക്കുറിശ്ശിയിൽ വെച്ച് കള്ളനോട്ടുമായി പിടിയിലായ റിൻഷാദിന്റെ ബന്ധുവാണ് സജീർ മോൻ. റിൻഷാദിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സജീർ മോൻ പിടിയിലായത്. സജീർ മോന് അന്തർ സംസ്ഥാന കള്ളനോട്ട് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഒരാഴ്ചക്കിടെ ഒറ്റപ്പാലത്ത് മാത്രം ചെറുതും വലുതുമായ കേസുകളിൽ 5.5 ലക്ഷത്തോളം രൂപയുടെ കള്ളനോട്ടുകളാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ചെർപ്പുളശ്ശേരിയിൽ കള്ളനോട്ടുകളുമായി മലപ്പുറം സ്വദേശി പിടിയിലായിരുന്നു. കള്ളനോട്ടുകളുടെയും കള്ളപ്പണത്തിന്റെയും അന്തർ സംസ്ഥാന റാക്കറ്റുകളുടെ ഇടത്താവളമായി പാലക്കാട് മാറുന്നുവെന്നാണ് തുടർച്ചയായ സംഭവങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
നെടുമങ്ങാട് RSS പ്രവർത്തകന്റെ അറസ്റ്റിനിടെ പ്രതിയുടെ ഭാര്യയെ പോലീസ് മർദ്ദിച്ചുവെന്ന പ്രചരണം പച്ചക്കള്ളം. തന്നെ പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്ന് പ്രതി തന്നെ വെളിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യം പുറത്ത്. നെടുമങ്ങാട് ബോംബ് ആക്രമണ കേസിലെ പ്രതികളെ പിടികൂടാൻ പോകുന്നതിനിടെ പ്രതിയായ ആനാട് രതീഷിന്റെ പ്രസവശേഷം വിശ്രമിക്കുന്ന ഭാര്യയെയും 2 മാസം പ്രായമുള്ള കുട്ടിയെയും ആക്രമിച്ചുവെന്നാണ് സംഘപരിവാർ പ്രവർത്തകർ പ്രചരിപ്പിച്ച നുണ. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതിയായ ആനാട് സ്വദേശി രതീഷിനെ ഇന്ന് രാവിലെ വീട് വളഞ്ഞാണ് പോലീസ് പിടികൂടിയത്. രതീഷിനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ പ്രസവം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഭാര്യ രമ്യയെ പോലീസ് ചവിട്ടി താഴെയിട്ടു എന്നായിരുന്നു BJPയുടെ ആരോപണം. അവരുടെ മുമ്പിൽ വെച്ച് അതിക്രൂരമായിട്ട് പിടിച്ചു വലിച്ച് മർദ്ദിച്ച് കൊണ്ടുപോയി വിലങ്ങ് വെച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ സ്ത്രീ കുഞ്ഞുമായിട്ട് മറിഞ്ഞു വീഴുന്ന സമയത്ത് മനുഷ്യത്വം എന്ന് പറയുന്ന ലെവലേശ തൊട്ടതിൻ്റെയില്ലാത്ത പോലീസ് ഒരു ഭീകര മുറയാണ് ഇവിടെ ഓരോ സമയവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. BJP പ്രവർത്തകർ ഇടപെട്ട് രമ്യയെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ തന്നോടോ ഭാര്യയോടോ പോലീസ് അപമര്യാദ കാട്ടിയിട്ടില്ലെന്ന് രതീഷ് തന്നെ പറയുന്ന വീഡിയോ പുറത്തായി. വലിച്ചെടുത്ത് കൊച്ചിനെ കിടന്നിറങ്ങുന്ന വാർത്തയെ കാണിക്കുന്നത്. ഇവിടുന്ന് വരുന്നേരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അതിനുശേഷം അവിടെ പോലീസ് പോയാൽ മതി. നിങ്ങളെ പിടിച്ചതിന് ശേഷം പിന്നെ അവിടെ പോലീസ് എനിക്ക് പറയാൻ പറ്റും, ഞാൻ കണ്ടില്ല. പോലീസിന്റെ നടപടിയെ വൈകാരികമായി നേരിടുന്നതിനാണ് BJP പച്ചക്കള്ളം പ്രചരിപ്പിച്ചതെന്നത് വ്യക്തം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ സ്ത്രീകൾക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണമെന്നും ഉത്തരവിട്ടു. കൊല്ലം തുളസിയുടെ മാപ്പപേക്ഷയും കോടതി തള്ളി. ശബരിമലയിലേക്ക് പോകുന്ന യുവതികളെ 2ആയി വലിച്ചുകീറി ഒരു ഭാഗം ദില്ലിക്കും ഒരു ഭാഗം പിണറായി വിജയന്റെ മുറിയിലേക്കും എറിഞ്ഞുകൊടുക്കണമെന്നായിരുന്നു കൊല്ലം തുളസിയുടെ പ്രസംഗം കലാപത്തിനുള്ള ആഹ്വാനമാണ് എന്ന് ഹൈക്കോടതി വിലയിരുത്തി. കൊല്ലം തുളസി നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാവുന്നതല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിക്കെതിരാണത്. നാട്ടിൽ കലാപമുണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു പ്രസംഗം. രാഷ്ട്രീയ പ്രസംഗമായി ഇതിനെ കാണാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. പൊതുജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നതാണ് പ്രസംഗം. കൊല്ലം തുളസി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയും മാപ്പപേക്ഷയും കോടതി തള്ളി. കൊല്ലം തുളസി പോലീസിന് മുമ്പാകെ ഹാജരാകണമെന്നും കോടതി ഉത്തരവിട്ടു. ഒക്ടോബർ 12 കൊല്ലം ചവറയിൽ വിശ്വാസ സംരക്ഷണത്തിനെന്ന പേരിൽ നടത്തിയ പരിപാടിയിലായിരുന്നു വിവാദ പ്രസംഗം. ശബരിമലയിൽ പോകുന്ന യുവതികളെ 2ആയി വലിച്ചു കീറണമെന്നും ഒരു ഭാഗം ദില്ലിക്കും ഒരു ഭാഗം പിണറായി വിജയന്റെ മുറിയിലേക്കും എറിയണമെന്നുമായിരുന്നു വിവാദ പ്രസംഗം. DYFI ചവറ ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയിലാണ് മതസ്പർദ്ധ വളർത്തൽ, മതവികാരത്തെ വ്രണപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തത്. കൊല്ലം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ISRO ചാരക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഫൗസിയ ഹസൻ നിയമ നടപടിക്കൊരുങ്ങുന്നു. നമ്പി നാരായണൻ ലഭിച്ചതുപോലെ തനിക്കും നീതി വേണമെന്ന് ഫൗസിയ പറഞ്ഞു. ചാരക്കേസ് മക്കളുടെ വിദ്യാഭ്യാസം അടക്കം തകർത്തു. നീതി തേടി കോടതിയെ സമീപിക്കുമെന്നും ഫൗസിയ പറഞ്ഞു. ISRO ചാരക്കേസിൽ തനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ഫൗസിയ ഹസൻ. നമ്പി നാരായണന് നൽകിയതുപോലെ നഷ്ടപരിഹാരം തനിക്കും വേണം. ഇതിനായി കോടതിയെ സമീപിക്കുമെന്ന് ഫൗസിയ വ്യക്തമാക്കി. ചാരക്കേസ് മൂലം തന്റെ മകളുടെ വിദ്യാഭ്യാസം പോലും മുടങ്ങിയെന്നും ഫൗസിയ ഹസൻ കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വിവാദമായ ISRO ചാരക്കേസിൽ മറിയം റഷീദയ്ക്കൊപ്പം ചാരവനിതയായി ചിത്രീകരിക്കപ്പെട്ടയാളായിരുന്നു ഫൗസിയ. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ നമ്പി നാരായണന് ലഭിച്ചതുപോലെ തനിക്കും നഷ്ടപരിഹാരം വേണം എന്നാണ് ഫൗസിയയുടെ ഇപ്പോഴത്തെ ആവശ്യം. കേരള പോലീസിന്റേതുൾപ്പെടെ ഭീകരമായ ചോദ്യം ചെയ്യലിന് താൻ വിധേയയായെന്നും അവർ പറഞ്ഞു. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ അഭിഭാഷകനായ പ്രസാദ് ഗാന്ധിയെ ഫൗസിയ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. You can't imagine if I tell, because somebody go through in this only can understand. Otherwise, if I use any word, it's not enough for that. The 3 years I went through, and my everything finished. My daughter's education finished, and she couldn't pass also. Everything, the way my daughter suffered is, I am very sorry for that. I think Kerala government should give me something. He got compensation. It means I also should get. Somebody must think about this and
must give me, because I also lost so much. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. പണിമുടക്കിനിടെ SBI ബാങ്ക് ആക്രമിച്ച സംഭവത്തിൽ 2 NGO യൂണിയൻ പ്രവർത്തകർ പോലീസിന്റെ പിടിയിലായി. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ അറ്റൻഡർ ഹരിലാൽ, ട്രഷറി ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് അക്കൌണ്ട് അശോക് എന്നിവരെയാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പണിമുടക്കിനിടെ കഴിഞ്ഞ ദിവസമാണ് ഇവർ അടങ്ങുന്ന 9 അംഗ സംഘം ബാങ്കിന് നേരെ ആക്രമണം നടത്തിയത്. കൈരളി TV ക്യാമറ പേഴ്സൺ ഷാജിലയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയായ RSS പ്രവർത്തകനെ റിമാൻഡ് ചെയ്തു. വട്ടിയൂർക്കാവ് വാഴമുട്ടം സ്വദേശിയായ സന്തോഷിനെയാണ് പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തത്. BJPയുടെ സമരത്തിനിടെയാണ് ഷാജില അടക്കമുള്ള മാധ്യമപ്രവർത്തകരെ RSS സംഘം ആക്രമിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് 2 RSS പ്രവർത്തകർ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. വിമൽ, അനീഷ് എന്നീ RSS പ്രവർത്തകരാണ് മറ്റൊരു കേസിൽ വഞ്ചിയൂർ പോലീസിന്റെ പിടിയിലായത്. കന്റോൺമെന്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരും അക്രമസംഘത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ നാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് കന്റോൺമെന്റ് SI ഷാഫി പീപ്പിളിനോട് പറഞ്ഞു. ബീഹാറിൽ 16-കാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തലയറുത്ത നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിൽ മുഖത്ത് ആസിഡ് ഒഴിച്ചതിന്റെയും നെഞ്ചിൽ കുത്തേറ്റത്തിന്റെയും പാടുകൾ കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് സംഘർഷം. ബീഹാറിലെ ഗയയിൽ 16-കാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിനെ ചൊല്ലി സംഘർഷം. ഞായറാഴ്ചയാണ് തലയറുത്ത നിലയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മുഖത്ത് ആസിഡ് ഒഴിച്ചും നെഞ്ചത്ത് വലിയ വ്രണങ്ങൾ രൂപപ്പെട്ട നിലയിലുമായിരുന്നു മൃതദേഹം. പെൺകുട്ടി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതാണെന്ന് കുട്ടിയുടെ കുടുംബം ആരോപിച്ചു. എന്നാൽ ദുരഭിമാന കൊലയാണെന്ന് സംശയിക്കുന്നതായിട്ടാണ് പോലീസിന്റെ ഭാഷ്യം. ഡിസംബർ 28-നാണ് പെൺകുട്ടിയെ കാണാതായത്. ജനുവരി 6-ന് അഴുകിയ അവസ്ഥയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. കാണാതായതായി പരാതി നൽകിയിട്ടും പോലീസ് കാര്യമായി എടുത്തില്ലെന്ന് കുടുംബം ആരോപിച്ചു. എന്നാൽ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് പോലീസിന്റേത്. പെൺകുട്ടി 31-ന് വീട്ടിലെത്തിയിരുന്നതായി അമ്മയും സഹോദരങ്ങളും മൊഴി നൽകിയെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രാജീവ് മിശ്ര പറഞ്ഞു. അന്നു രാത്രിയിൽ പെൺകുട്ടിയുടെ പിതാവ് പരിചയമുള്ള മറ്റൊരു യുവാവിനൊപ്പം രാത്രി 10-ന് പുറത്തേക്ക് വിട്ടിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ഇയാൾ ആരോപണം നിഷേധിച്ചു. പ്രദേശത്തെ ക്രിമിനലുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് ഫോൺ റെക്കോർഡുകൾ തെളിയിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ പെൺകുട്ടി പീഡനത്തിനിരയായതായി സ്ഥിരീകരിക്കാനാവൂ. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ബീഹാറിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ആർത്തവായുധത്തിന്റെ പേരിൽ വീടിന് പുറത്തു കിടത്തി. വിഷപ്പൊക്കെ ശ്വസിച്ച സ്ത്രീയും 2 കുട്ടികളും മരിച്ചു. ആർത്തവത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് മാറ്റിക്കിടത്തിയ സ്ത്രീയും 2 കുഞ്ഞുങ്ങളും മരിച്ചു. നേപ്പാളിലെ ബജുരയിലാണ് സംഭവം. ആർത്തവയുദ്ധത്തിന്റെ പേരിൽ സ്ത്രീകളെ വീട്ടിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നത് നിയമപരമായി അംഗീകൃതമല്ലെങ്കിലും നേപ്പാളിൽ പലയിടത്തും ഈ ആചാരം തുടരുന്നുണ്ട്. 35-കാരിയായ അംബ ബുഹ്റയെ ആർത്തവമായതിനെ തുടർന്ന് ഭർത്തൃവീട്ടുകാരാണ് വീടിനടുത്തുള്ള ചെറിയ കുടിലിലേക്ക് മാറ്റിയത്. തണുപ്പകറ്റാനായി കുടിലിനുള്ളിൽ തീയിട്ടിരുന്നു. ഇതിൽ നിന്ന് വമിച്ച പുക ശ്വസിച്ച് ജനാലയോ മറ്റ് വിടവുകളെയില്ലാത്ത കുടിലിനകത്ത് കിടന്ന് യുവതിയും 12ഉം 9ഉം വയസ്സായ ആൺമക്കളും ശ്വാസം മുട്ടി മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയിട്ടുണ്ടെന്നും അതിന്റെ റിപ്പോർട്ടുകൾ കൂടി പുറത്തുവന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകാനാവൂ എന്നും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. അയോധ്യ തർക്കഭൂമി കേസ് പരിഗണിക്കുന്ന 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് UU ലളിത പിന്മാറി. അയോധ്യയുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ UU ലളിത ഹാജരായ സാഹചര്യത്തിലാണ് പിന്മാറ്റം. പുതിയ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് ജനുവരി 29-ന് കേസ് വീണ്ടും പരിഗണിക്കും. അയോധ്യ ഭൂമി തർക്കക്കേസിൽ അന്തിമവാദം ആരംഭിക്കാനുള്ള സമയവും തീയതിയും ഇന്ന് തീരുമാനിക്കുമെന്ന് കേസ് പരിഗണിച്ച ഉടനെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിച്ചു. ഈ സമയത്താണ് ജസ്റ്റിസ് UU ലളിത് അഭിഭാഷകനായിരിക്കെ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിനു വേണ്ടി ഹാജരായ കാര്യം മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാജീവ് ധവാൻ കോടതിയിൽ ഉന്നയിച്ചത്. ഇതിനെ തുടർന്ന് ബെഞ്ചിൽ നിന്ന് പിന്മാറാൻ ജസ്റ്റിസ് UU ലളിത് തന്നെ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. അടുത്ത തവണ കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മുമ്പ് ഭരണഘടനാ ബെഞ്ച് പുനഃസ്ഥാപിക്കും. കേസിൽ അന്തിമവാദം തുടങ്ങുന്ന തീയതി തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസ് രേഖകൾ പരിശോധിച്ച് വിവർത്തനം കൃത്യമാണെന്ന് ഉറപ്പാക്കാൻ സുപ്രീം കോടതി രജിസ്ട്രിക്കും ഔദ്യോഗിക വിവർത്തകനും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി. റഫറൻസ് ഓർഡർ ഇല്ലാതെ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചത് നടപടിക്രമങ്ങളുടെ ലംഘനമല്ലേ എന്നും രാജീവ് ധവാൻ ചോദിച്ചു. അയോധ്യ കേസ് ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ ലിസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം ചീഫ് ജസ്റ്റിസിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ചുള്ളതാണെന്നും തന്റെ തീരുമാനം 3-അംഗ ബെഞ്ചിന് വിരുദ്ധമല്ലെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മറുപടി നൽകി. രാജ്യം 2019-ലെ ഇലക്ഷനെ നേരിടാൻ വേണ്ടി തയ്യാറാകുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഏതു തീരുമാനവും നിർണായകമാണ്.
സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം 2019 ഇലക്ഷന് മുമ്പേ ഉണ്ടാകുമോ എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും ഹരീഷ് ചനങ്ങാട്ട്. ഗുജറാത്തിലെ വ്യാജ ഏറ്റുമുട്ടൽ കേസുകളിൽ ബിജെപിക്ക് തിരിച്ചടി. വ്യാജ ഏറ്റുമുട്ടലുകളെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് HS ബേദിയുടെ റിപ്പോർട്ട് ഹർജിക്കാർക്ക് നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. റിപ്പോർട്ട് ഹർജിക്കാർക്ക് നൽകരുത് എന്ന ഗുജറാത്ത് സർക്കാരിന്റെ ആവശ്യം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളി. കേസ് 4 ആഴ്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും പരിഗണിക്കും. ഗുജറാത്ത് വ്യാജ ഏറ്റുമുട്ടലിലെ 22 കൊലപാതകങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന 2002-2006 കാലഘട്ടത്തിലെ വ്യാജ ഏറ്റുമുട്ടലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കവി ജാവേദ് അക്തർ, മാധ്യമപ്രവർത്തകൻ BG വർഗീസ് എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ റിട്ടയർഡ് ജസ്റ്റിസ് HS ബേദിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ 2012 നിയോഗിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ സമിതി മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സുപ്രീം കോടതിയെ കൈമാറി. സമിതിയുടെ റിപ്പോർട്ട് തങ്ങൾക്ക് കൈമാറണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടുവെങ്കിലും ഗുജറാത്ത് സർക്കാർ അതിനെ ശക്തമായി എതിർത്തു. സമിതിയിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായം തേടാതെയാണ് ജസ്റ്റിസ് ബേദി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ വാദം. എന്നാൽ ഈ ആക്ഷേപം തെറ്റാണെന്ന് ജസ്റ്റിസ് ബേദി സുപ്രീം കോടതിയെ അറിയിച്ചു. റിപ്പോർട്ടിൽ ഗുജറാത്ത് സർക്കാരിനെയും പല പ്രമുഖരെയും പോലീസിനെയും പ്രതിക്കൂട്ടി നിർത്തുന്ന പരാമർശങ്ങളുണ്ടെന്നാണ് വിവരം. ഗുജറാത്ത് സർക്കാരിനും റിപ്പോർട്ട് പകർപ്പ് ലഭിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ L നാഗേശ്വർ റാവു, സഞ്ജയ് കിഷൻ കൌൾ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഗുജറാത്ത് കലാപ കേസിൽ നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ സാക്യ ജെഫ്രി നൽകിയ മറ്റൊരു ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബുലന്ദ്ഷഹറിൽ ഇൻസ്പെക്ടർ സുബോധ് കുമാറിന്റെ കൊലപാതക കേസിലെ ഒരു പ്രധാന പ്രതി കൂടി പിടിയിലായി. യുവമോർച്ച നേതാവായ ശിഖർ അഗർവാളാണ് ഉത്തർപ്രദേശിലെ ഹപൂരിൽ നിന്ന് പിടിയിലായത്. ജഹാൻഗീറാബാദ് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഇയാൾ പിടിയിലായത്. ശിഖർ അഗർവാളിന്റെ അറസ്റ്റോടെ കലാപത്തിലെയും തുടർന്നുണ്ടായ കൊലപാതകങ്ങളിലെയും പ്രധാന പ്രതികളെല്ലാം അറസ്റ്റിലായെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ബുലന്ദ്ഷഹറിലെ കലാപത്തിന്റെ പേരിൽ 34 പേരാണ് ആകെ അറസ്റ്റിലായത്. CSI സഭയിലും അഴിമതി ആരോപണം. നിർമ്മാണ കരാർ തുക നൽകിയില്ലെന്നാരോപിച്ച് CSI ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പിനെ കരാറുകാരനും ജീവനക്കാരനും തടഞ്ഞുവെച്ചു. സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ നിർമ്മാണം നടത്തിയതിൽ 11 കോടിയോളം രൂപ നൽകാനുണ്ട് എന്നാണ് കരാറുകാരന്റെ പരാതി. സഭാ തെരഞ്ഞെടുപ്പിനായി തന്നോട് ഇപ്പോഴത്തെ ട്രസ്റ്റ് 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും കരാറുകാരൻ പ്രവീൺ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മാണ കരാർ തുക നൽകിയില്ലെന്നാരോപിച്ചാണ് സഭാ ആസ്ഥാനത്ത് സ്വകാര്യ നിർമ്മാണ കമ്പനി ഉടമയും തൊഴിലാളികളും ചേർന്ന് CSI ബിഷപ്പ് ധർമ്മരാജ് റസാലത്ത് തടഞ്ഞത്. പോലീസെത്തി പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ തൊഴിലാളികൾ റോഡിൽ കുത്തിയിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിർമ്മാണം നടത്തിയതിൽ 11 കോടിയിലധികം രൂപ സഭ നൽകാനുണ്ടെന്നും സഭ തങ്ങളുടെ നിർമ്മാണ ഉപകരണങ്ങൾ വിട്ടു നൽകുന്നില്ലെന്നും ആരോപിച്ചായിരുന്നു മിഖായേൽ കമ്പനി ജീവനക്കാരുടെ പ്രതിഷേധം. പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച യോഗം ചേരാമെന്ന് ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. യഥാർത്ഥ ഘടകം ഇപ്പോഴത്തെ CSI സഭാ സെക്രട്ടറി ഇലക്ഷന് മുമ്പേ ഇലക്ഷൻ ഫണ്ടിലേക്ക് വേണ്ടി 50 ലക്ഷം രൂപ എന്നോട് ചോദിച്ചു. അത് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ വൈരാഗ്യമാണ് എൻ്റെ അടുത്ത് ഈ കാണിക്കുന്നത്. പണിയായുധം മാത്രമേ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നുള്ളൂ. ബാക്കി കോടതിയെങ്കിലും നിശ്ചയിച്ച് കാശ് കിട്ടട്ടെ. പണിയായുധം ഇല്ലാതെ എനിക്ക് ഏകദേശം 250ഓളം PF കിട്ടുന്ന സ്റ്റാഫുണ്ട്. എനിക്ക് പണി ചെയ്യാൻ നിവർത്തിയില്ല. ഞാൻ മൊത്തം 300 കോടിയോളം വർക്ക് ചെയ്തതിൽ 24 കോടി രൂപയുടെ വർക്ക് ഈ CSIയുടെ ചെയ്തിട്ടുള്ളൂ. അതിലാണ് എനിക്ക് ഈ 11 കോടി രൂപ കിട്ടാനുള്ളത്. ഞാൻ ഒരു CSI സഭാംഗമാണ്. മുൻ ഭരണസമിതിയുമായി ചേർന്ന് കരാറുകാരൻ അഴിമതി നടത്തിയെന്നും വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ വിധി വന്ന ശേഷമേ പണം നൽകുന്നതിൽ തീരുമാനമുണ്ടാകൂ എന്നും സഭാ ഭാരവാഹികൾ അറിയിച്ചു. CSI സഭാ ട്രഷറർ റവറൻ കാൽവിൻ ക്രിസ്റ്റോ: അത് നമുക്കറിയില്ല. അത് അദ്ദേഹം കോടതിയിൽ കേസിന്റെ വഴിക്കുണ്ട്. അപ്പോൾ അതനുസരിച്ചേ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അഥവാ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് തിട്ടപ്പെടുത്തട്ടെ, കോടതി വരട്ടെ, നോക്കട്ടെ, എത്ര സാധനങ്ങളുണ്ടെന്ന് നോക്കട്ടെ, അതനുസരിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല ആർക്കും ഇപ്പം ചെയ്യാൻ പറ്റുന്നതല്ല. മുൻ ഭരണസമിതി ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയെന്ന ആരോപണവുമായി 2 മാസം മുമ്പും സഭാ ആസ്ഥാനത്ത് പ്രതിഷേധമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നിലപാടെടുത്ത സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെതിരെ കത്തോലിക്ക സഭയുടെ രൂക്ഷ വിമർശനം. സഭയുടെ ഉടമസ്ഥതയിലുള്ള പത്രത്തിലെ മുഖപ്രസംഗത്തിലാണ് സിസ്റ്റർ ലൂസിയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. പൊതുസമൂഹത്തിനു മുന്നിൽ സിസ്റ്റർ സഭയെയും സഭാ നേതൃത്വത്തെയും അവഹേളിച്ചുവെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. സഭയ്ക്കെതിരെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സിസ്റ്റർ ലൂസി പ്രചരിപ്പിക്കുന്നുവെന്നും പേരെടുത്ത് പറയാതെ മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നുണ്ട്. മാനന്തവാടി രൂപത PRO നോബിൾ പാറക്കലാണ് സഭാ ഉടമസ്ഥതയിലുള്ള പത്രമായ ദീപികയിൽ
സിസ്റ്റർ ലൂസിയെ വിമർശിച്ച് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. പൊതുസമൂഹത്തിന് മുന്നിൽ കന്യാസ്ത്രീ സന്യാസത്തെ അപഹാസ്യമാക്കുമ്പോൾ യഥാർത്ഥ സത്യം പുറത്തറിയണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം തുടങ്ങുന്നത്. സഭാധികാരികളുടെ സമ്മതമില്ലാതെയാണ് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായ സമരത്തിൽ കന്യാസ്ത്രീ പങ്കെടുക്കുകയും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത്. സന്യാസ വസ്ത്രം മാറ്റി ചുരിദാർ ധരിച്ച് വികലമായ ആക്ഷേപം ഉന്നയിച്ച് സ്വന്തം ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. അനുവാദമില്ലാതെ കവിതകൾ പ്രസിദ്ധീകരിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതും വാഹനം വാങ്ങിയതും മേലധികാരികളുടെ അനുമതിയില്ലാതെയാണ്. 2017 മുതൽ ശമ്പളം സന്യാസ സഭയെ ഏൽപ്പിച്ചില്ല. ഇത്തരത്തിൽ നിരന്തരം അച്ചടക്കം ലംഘിച്ചതിനെ തുടർന്നാണ് കന്യാസ്ത്രീയോട് വിശദീകരണം ചോദിച്ചതെന്നും സത്യം മനസ്സിലാക്കാതെയാണ് മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് സിസ്റ്റർ ലൂസിയോട് സന്യാസ സഭ ആവശ്യപ്പെട്ടെങ്കിലും സിസ്റ്റർ ലൂസി അതിന് തയ്യാറായിട്ടില്ല. താൻ അച്ചടക്കം ലംഘിച്ചിട്ടില്ലെന്നും പല പുരോഹിതരുടെയും തെറ്റുമറയ്ക്കാനാണ് തന്നെ വിമർശിക്കുന്നതെന്നുമാണ് സിസ്റ്റർ ലൂസിയുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദീപിക പത്രത്തിൽ തനിക്കെതിരെ വന്ന ലേഖനം വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ ഉള്ളതെന്ന് സിസ്റ്റർ ലൂസി. ലേഖനം അപലപനീയവും ഖേദകരവുമാണ്. ലേഖനത്തിനെതിരെ കേസ് നൽകാനുള്ള സാഹചര്യവും ഉണ്ടെന്നും സിസ്റ്റർ ലൂസി പ്രതികരിച്ചു. എന്താണ് ഈ ദീപിക ലേഖനത്തോടുള്ള പ്രതികരണം? ദീപികയുടെ ലേഖനകർത്താവ് വളരെ മോശമായിട്ട് എന്നെ വ്യക്തിപരമായി ഹത്യ ചെയ്യുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് തികച്ചും അപലപനീയമാണ്, മാത്രമല്ല വളരെ ഖേദകരമാണെന്ന് ഞാൻ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള സന്യാസം ജീവിക്കുന്നവരുടെ മേൽ ഇത്തരത്തിലുള്ള കരിവാരി തേച്ചുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ മുതലെടുക്കാം എന്നാണ് ഈ ലേഖനകർത്താവ് വിചാരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ചിന്താരീതി തെറ്റാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വേണമെങ്കിൽ എന്നെ ഇത്രമാത്രം മോശമായിട്ട് അവതരിപ്പിക്കുന്നതിന് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായ ബലാത്സംഗ കേസിൽ സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു. കോട്ടയം ബാറിലെ അഭിഭാഷകനായ ജിതേഷ് ജെ ബാബുവിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. അതേസമയം കേസിൽ കോടതിയിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അന്വേഷണ സംഘം നൽകിയ 3-അംഗ പാനലിൽ നിന്നാണ് കോട്ടയം ബാറിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജിതേഷ് ജെ ബാബുവിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചത്. സൂര്യനെല്ലി കേസിലെ അഡീഷണൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നു ജിതേഷ് ജെ ബാബു. കോളിളക്കം സൃഷ്ടിച്ച പ്രവീൺ വധക്കേസ്, ഒറീസ ദമ്പതി വധക്കേസ് എന്നിവയിൽ പ്രോസിക്യൂട്ടറായും പാറമ്പുഴ കൂട്ടക്കൊലക്കേസിൽ കോടതി നിയോഗിച്ച പ്രകാരം പ്രതിക്കു വേണ്ടിയും അഡ്വക്കേറ്റ് ജിതേഷ് ജെ ബാബു ഹാജരായിട്ടുണ്ട്. നേരത്തെ പ്രോസിക്യൂട്ടർ നിയമനം വൈകുന്നതിനെതിരെ പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ സഹപ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചതോടെ ഈ ആരോപണത്തിന് വിരാമമായി. അതേസമയം കുറ്റപത്രം നേരത്തെ പൂർത്തിയായെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനം വൈകുന്നതാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സമെന്നുമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനം നടന്നതോടെ കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോഴിക്കോട് ജില്ലയിൽ ജനങ്ങളെ വർഗീയപരമായി ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ UDF ശ്രമിക്കുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ. പേരാമ്പ്രയിൽ പള്ളി ആക്രമിച്ചെന്ന നുണപ്രചാരണം ഇതിന്റെ ഭാഗമാണ്. 2001 തെരഞ്ഞെടുപ്പിൽ നാദാപുരത്ത് പയറ്റിയ തന്ത്രമാണ് UDF പ്രയോഗിക്കുന്നത് എന്നും മോഹനൻ മാസ്റ്റർ പറഞ്ഞു. ഈ റിപ്പോർട്ട് കൂടി കാണാം. ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ജനങ്ങളെ വർഗീയപരമായി ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് UDF നീക്കമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ പറഞ്ഞു. പേരാമ്പ്രയിൽ സംഘർഷത്തിനിടെയാണ് പള്ളിക്ക് നേരെ കല്ലേറുണ്ടായത്. യാദൃച്ഛികമായുണ്ടായ ആ സംഭവം CPIMന്റെ തലയിൽ കെട്ടിവെച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് UDF നീക്കം. അവരാരും അങ്ങനെ സംഘടിതമായി വന്ന് പള്ളി ആക്രമിച്ചു എന്നുള്ള നിലയിലുള്ള ഒരു നിലപാട് അവർക്കാർക്കും ആ ഘട്ടത്തിലുള്ളതായി ഞങ്ങൾക്കാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഇങ്ങനെ ഒരു ചെറിയ പോറൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന കമാനത്തിന്റെ തൂണിന് ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണെങ്കിലും അത് ആരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന രണ്ട് ഭാഗം ആളുകൾ സംഘടിച്ച് രണ്ട് ചേരിയായി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന കല്ലേറിൽ ഒരു ചെറിയ പോറലേറ്റത് ആരുടെ ഭാഗത്തുനിന്ന് കല്ലേറിലാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാനും സാധ്യമാവാത്ത നിലയാണ്. 2001 നാദാപുരത്ത് മുസ്ലിം സ്ത്രീയെ ബലാത്സംഗം ചെയ്തുവെന്ന് കള്ളപ്രചാരണം നടത്തിയ UDF വൻ കലാപമുണ്ടാക്കിയിരുന്നു. അതിന് സമാനമായ പ്രചാരണമാണ് പേരാമ്പ്ര സംഭവത്തിലും നടക്കുന്നത്. വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള നീക്കത്തിൽ നിന്നും UDF നേതൃത്വം പിന്മാറണമെന്നും മോഹനൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. പേരാമ്പ്രയിൽ പള്ളി ആക്രമിച്ചു CPMകാർ എന്ന നിലയിൽ ഇപ്പോൾ UDF നടത്തുന്ന പ്രചരണം അതിന്റെ വരാനിടയുള്ള സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ കൂടി കണ്ട് അതിൽ നിന്ന് UDF നേതൃത്വം നാടിനോട് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ അവർ പിന്തിരിയുകയാണ് വേണ്ടത്. വസ്തുതകളെല്ലാം പേരാമ്പ്രയിലും ചുറ്റുപാടുമുള്ള ജനങ്ങൾക്കെല്ലാം അതിന്റെ വസ്തുതകളെല്ലാം അറിയാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.